കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത കർത്താവാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ അറിയുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉന്നതനായൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും മാറ്റമില്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടയും എന്ന് ചോദിക്കുന്ന ദൈവശബ്ദം ഇന്നും തൻ്റെ ജനത്തിനു വേണ്ടി മുഴങ്ങുകയാണ്. ദൈവം പ്രവർത്തിച്ചാൽ, ദൈവം തുറന്നാൽ, ദൈവം കമാൻഡ് ചെയ്താൽ അതിനെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് തൻ്റെ ജനം അറിയാതിരിക്കരുത്. യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. പ്രൈസ് ദ ലോർഡ്. ഈ ദിവസങ്ങൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ, ദൈവത്തിങ്കലേക്ക് അടുക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിയാൻ ദാവീദിന് പറയാൻ കഴിയും, ആരും മാറിയാലും എനിക്ക് മാറാൻ പറ്റില്ല. യഹോവ നല്ലവൻ എന്ന് ഞാൻ രുചിച്ചറിഞ്ഞതാണ്. പ്രൈസ് ദ ലോർഡ്. രുചിച്ചറിഞ്ഞ ഒരു മനുഷ്യന് പറയാൻ പറ്റും, എനിക്ക് മാറാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എത്രയോ കഠിന ശോധനയിലൂടെ ഭക്തൻ കടന്നുപോയി. കരയാൻ ബലമില്ലാതായ സമയങ്ങൾ, കൂടെ നിന്നവർ പൂഴിമണ്ണ് വാരി തന്നെ എറിഞ്ഞ് ശപിച്ച സമയങ്ങൾ, തൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചവർ തനിക്കെതിരായി നിന്ന് അപ്പുറത്താലോചന പറഞ്ഞു കൊടുത്ത സമയങ്ങൾ, ചെരുപ്പിടാതെ മലഞ്ചെരുവിലൂടെ നടക്കേണ്ടി വന്നു. സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. സ്വന്തം രക്തം തനിക്ക് എതിരായ അവസരങ്ങൾ. പക്ഷേ ദാവീദിന് പറയാനുള്ളത്, ഇതിൻ്റെ എല്ലാം നടുവിൽ ഞാനൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി, യഹോവ നല്ലവനാണ്. തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഭക്തനോട് ചോദിച്ചാൽ പറയും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാഞ്ഞിട്ടാണോ? അതിൻ്റെ നടുവിൽ നമുക്കും പറയാൻ കഴിയണം, ഞാൻ ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞതാ. കഷ്ടതയുടെ നടുവിൽ നടന്നാലും എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ഒരു ദൈവം, എന്നെ താങ്ങുന്ന ഒരു ദൈവം, എന്നെ കരുതുന്ന ഒരു ദൈവം, എന്നെ ഉദ്ധരിക്കുന്ന ഒരു ദൈവം, എന്നെ പണിയുന്ന ഒരു ദൈവം. ആരും അറിയാതെ വണ്ണം വേദനിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. പക്ഷേ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായി, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിലും ഒന്ന് തിരിച്ചറിയാൻ നമുക്കിടയാകട്ടെ. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ദൈവം നമ്മുടെ ദൈവം. അപ്പോൾ തന്നെ അവിടുന്ന് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണ്. സ്തോത്രം. അവിടുന്ന് പ്രവൃത്തിയിൽ ഭയങ്കരനെന്ന് മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഇന്ന് പ്രഭാതത്തിൽ ചെയ്യാൻ കഴിവുള്ള, ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തിടത്ത് ഇറങ്ങി വരുന്ന, നാം സംസാരിച്ചാൽ നടക്കാത്തിടത്ത് അവിടുന്ന് കമാൻഡുകൾ പുറപ്പെടുവിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന, ശക്തി കൊണ്ട് അരമുറുക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം, ശാശ്വത ഭുജങ്ങളുള്ളതിനാൽ നമുക്ക് നന്ദിയോടെ 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 സ്തോത്രം ചെയ്യാം. കൈവിടാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ, കരത്തിൽ പിടിക്കുന്നവൻ,
കാര്യവും വ്യവഹാരവും നടത്തുന്നവൻ, കരുണയുള്ളവൻ, കരുതുന്നവൻ ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ കൂടെയുണ്ട്. യോനയുടെ പ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യം. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. സംഭവ പശ്ചാത്തലം നമുക്കെല്ലാം അറിയാം. ദൈവിക അരുളപ്പാടുകൾ അനുസരിക്കാതെ സ്റ്റെപ്പെടുത്ത ഒരു പ്രവാചകൻ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി മുമ്പോട്ട് പോയി. പ്രിയരെ, ദൈവം പറയുന്ന അരുളപ്പാടുകൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നവനെ ദൈവം കടാക്ഷിക്കും. എത്ര വലിയ വ്യക്തിയാണെങ്കിലും ദൈവഹിതത്തെ മറിച്ച് സ്വന്തം ഇഷ്ടത്തിന് ദൈവ ഇഷ്ടത്തെ മാറ്റിക്കളഞ്ഞാൽ അതിൻ്റെ റിസൾട്ടുകൾ, റിയാക്ഷൻ വലുതായിരിക്കുമെന്ന് ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ യോനയെ കടലിലേക്കെടുത്തെറിയുകയാണ്. ദൈവം കൽപ്പിച്ചൊരു മത്സ്യത്തോട് യോനയെ വിഴുങ്ങാൻ. പ്രിയരെ, ചില പാഠങ്ങളിലൂടെ കടത്തിവിടുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ട്രാക്കിലേക്ക് മടങ്ങി വരാൻ, ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് മടങ്ങി വരാൻ, ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ദൈവം ചിലതിലൂടെ കടത്തിവിടും. അതിന് സ്തോത്രം ചെയ്യണം, അതിന് ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ദ ലോർഡ്. ജീവിതത്തിൽ വരുന്ന എല്ലാം സാത്താൻ്റെ പ്രവർത്തികളല്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തുവാൻ, ദൈവത്തിൻ്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ ദൈവം വച്ചിരിക്കുന്ന ചില പാതകളുണ്ട്. അതിലേക്ക് നമ്മെ കൊണ്ടുവരാൻ അവിടുന്ന് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇനി നമ്മുടെ കുറിവാക്യം. അങ്ങനെ മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്ന് യോന പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് നാം വായിച്ചത്. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചപ്പോൾ. പ്രാണൻ ക്ഷീണിക്കുമ്പോൾ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ, മറ്റൊരുത്ത ദാവീദ് പറഞ്ഞു, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് അങ്ങേ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എൻ്റെ അവകാശത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുന്നു. മറ്റൊരു സങ്കീർത്തനം ദാവീദ് പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ പറയുന്നു, എൻ്റെ പ്രാണൻ ക്ഷീണിച്ചപ്പോൾ. മറ്റുള്ള കാര്യങ്ങളല്ല ഓർത്തത്, നിരാശയുടെ വാക്കല്ല വന്നത്, തളർന്നുപോയില്ല, ഇനിയും മുമ്പോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞില്ല, ഇനിയും പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല പറഞ്ഞത്. പ്രാണൻ ക്ഷീണിച്ചപ്പോൾ ഭക്തൻ പറയുകയാണ്, ഞാൻ ഓർക്കേണ്ടവനെ ഓർത്തു, നോക്കേണ്ടവനെ നോക്കി. ഇന്നു പകൽ ദൈവാത്മാവിന് വിളിച്ചു പറയാനുള്ളത്, പ്രാണൻ ക്ഷീണിക്കുമ്പോൾ, പ്രാണൻ ക്ഷീണിക്കുമ്പോൾ നോക്കേണ്ടവനെ നോക്കാൻ തയ്യാറാവണം, അറിയേണ്ടവനെ അറിയാൻ തയ്യാറാവണം. കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തണം, ഹൃദയം ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരണം. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കിലെത്തി. അങ്ങനെ ക്ഷീണിച്ച് തകർന്ന് നുറുങ്ങിയ ഹൃദയത്തോടെ വേദനയോടെ പ്രാർത്ഥിക്കുന്നവന് പറയാൻ പറ്റും, എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി, എൻ്റെ തീരുമാനം ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി, ഞാനെടുത്ത സമർപ്പണം എൻ്റെ ദൈവം കണ്ടു, എൻ്റെ തിരിച്ചുവരവൻ്റെ ദൈവം അറിഞ്ഞു. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയിൽ മടങ്ങി വരേണ്ടവർ, ആരാധനയിൽ മടങ്ങി വരേണ്ടവർ, പഴയ അഭിഷേകത്തിലേക്ക് മടങ്ങി വരേണ്ടവർ, ദൈവകൃപയിലേക്കും മടങ്ങി വരേണ്ടവർ, ആഴമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് കുറഞ്ഞ് പുറകോട്ട് മാറിയവരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ഇന്ന് പകൽ മടങ്ങി വരട്ടെ. യെസ്, അങ്ങനെയെങ്കിൽ പ്രാർത്ഥന ദൈവം കേട്ട് യോനയെ, യെസ്, അതേ മത്സ്യത്തോട് ദൈവം കൽപ്പിച്ചാക്കി കരയ്ക്ക് കൊണ്ട് ശ്രദ്ധിച്ചു. കടലിൽ നിന്ന് നിന്നെ എടുത്തെങ്കിൽ അതേ മത്സ്യം കടലിൽ തന്നെ കൊണ്ട് ഛർദ്ദിച്ചില്ല,
നിന്നെ സുരക്ഷിതമായ സ്ഥാനത്തെത്തിച്ച് നിന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകലിറങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. മടങ്ങി വരാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, അഭിഷേകത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് വരാൻ, ദൈവത്തിൻ്റെ ട്രാക്കിലേക്ക് വരാൻ, ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് വരാൻ, നിങ്ങളെപ്പറ്റിയുള്ള പർപ്പസ് തിരിച്ചറിഞ്ഞ് ദൈവമേ എന്നെ ഉപയോഗിക്കണമെന്ന് പറയാൻ തയ്യാറാകുന്ന ചിലരെ ശക്തമായി ഉറപ്പുള്ള പ്രതലത്തിലേക്ക് എത്തിച്ച് വീണ്ടും അടുത്ത തലത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ദൈവപ്രവൃത്തി ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. ക്ഷീണിച്ചിരിക്കുന്ന ഹൃദയം, തകർന്നിരിക്കുന്ന ഹൃദയം, തളർന്നിരിക്കുന്ന ഹൃദയത്തെ എൻ്റെ ദൈവം ഇന്ന് പകൽ പണിയാൻ പോകുക. നിങ്ങളുടെ മുറിവുകളെ കെട്ടാൻ പോകുക. പരിശുദ്ധാത്മാ നിങ്ങളെ ടച്ച് ചെയ്യാൻ പോകുക. ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ കർത്താവേ, ആഴമായി ദൈവസാന്നിധ്യത്തിലേക്ക്, അങ്ങയുടെ ഇഷ്ടത്തിലേക്ക്, അങ്ങയുടെ ട്രാക്കിലേക്ക്, അങ്ങയുടെ വെളിപ്പാടിലേക്ക്, അങ്ങ് പറഞ്ഞ ദൂതിലേക്ക് കടന്നു വരാൻ ഞങ്ങൾ തയ്യാറാണ്. കഴിഞ്ഞ നാളുകൾ അതിന് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് പകൽ ഞങ്ങളെ അതിന് ഉപയോഗിക്കണം. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവിടുത്തെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മൂവ് ചെയ്യൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതലിൻ്റെ ദൈവം. അവിടുത്തെ വഴിയിലൂടെ നടക്കൂ. അവിടുത്തെ ആലോചനയ്ക്ക് കാതോർക്കൂ. അവിടുന്ന് പറയുന്നത് ചെയ്യൂ. അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കൂ. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിക്കും.